ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവതം ചതുർത്ഥസ്കന്ധം 21-ാമത്തെ അധ്യായം, അതിലെ 8-ാമത്തെ ശ്ലോകം വരെ എടുത്തു. ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് നോക്കാം. അതുവരെയുള്ള ശ്ലോകങ്ങൾ ഒന്ന് വായിച്ചു നോക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതേ ചതുർത്ഥസ്കന്ധേ അഥൈകവിംശോऽധ്യായः. മൈത്രേയ ഉവാച. മൗക്തികൈഃ കുസുമസ്രഗ്ഭിർദുകൂലൈഃ സ്വർണതോരണൈഃ മഹാസുരഭിർധൂപൈർമണ്ഡിതം തത്ര തത്ര വൈ ചന്ദനാഗരുതു തോയാർദ്രരഥ്യാ ചത്വാരമാർഗവത് പുഷ്പാക്ഷത ഫലൈസ്തോക്മൈർ ലാജൈരർച്ചിഭിരർച്ചിതം സവൃന്ദൈഃ കദളീസ്തംഭൈഃ പൂഗപോതൈഃ പരിഷ്കൃതം തരുപല്ലവമാലാഭിः സർവതഃ സമലം കൃതം പ്രജാസ്തം ദീപബലിഭിः സംഭൃതാശേഷമംഗളൈः അഭീയുർമൃഷ്ടകന്യാശ്ച മൃഷ്ടകുണ്ടലമണ്ഡിതാः ശംഖദുന്ദുഭിഘോഷേണ ബ്രഹ്മഘോഷേണ ചർദ്വിജാം വിവേശഭവനം വീരः സ്തൂയമാനോ ഗതസ്മയः പൂജിതഃ പൂജയാമാസ തത്ര തത്ര മഹായശാः പൗരാഞ്ജാനപദാംസ്താംസ്താൻ പ്രീതപ്രിയവരപ്രദഃ സ ഏവമാദീന്യനവദ്യചേഷ്ടിതഃ കർമാണി ഭൂയാംസി മഹാൻ മഹത്തമ കുറുവൻ ശശാസാവനിമണ്ഡലം യശഃ സ്ഫീതം നിധായാരുരുഹേ പരം പദം. സൂത ഉവാച. തദാദിരാജസ്യ യശോ വിജൃംഭിതം ഗുണൈരശേഷൈർഗുണവത്സഭാജിതം ക്ഷത്താ മഹാഭാഗവതഃ സദസ്പതേ കൗശാരവിം പ്രാഹ ഗൃണന്തമർച്ചയൻ. വിതുര ഉവാച. സോഭിഷിക്തപൃഥുർവിപ്രൈർലബ്ധാശേഷസുരാർഹണഃ ബിഭ്രത്സ വൈഷ്ണവം തേജോ ബാഹ്വോര്യാഭ്യാം ദുദോഹഗാം. അതാണ് 8-ാമത്തെ ശ്ലോകം. വിതുര ഉവാച. സോഭിഷിക്തപൃഥുർവിപ്രൈർലബ്ധാശേഷസുരാർഹണഃ ബിഭ്രത്സ വൈഷ്ണവം തേജോ ബാഹ്വോര്യാഭ്യാം ദുദോഹഗാം. അപ്പോൾ ആ ബ്രാഹ്മണരാൽ ആ രാജാവിന് അഭിഷേകം ചെയ്യപ്പെട്ടവനും അതുപോലെ സമ്പാദിക്കപ്പെട്ട ആ ദേവന്മാരുടെ ആ ആദരവോടുകൂടിയവനും ഏതൊന്നുകൊണ്ട് ആ ഭൂമിയെ ദോഹനം ചെയ്തുവോ ആ ബാഹുക്കളിൽ ആ വൈഷ്ണവ തേജസ്സിനെ ധരിച്ചു കൊണ്ടിരുന്നവനും ആയിരുന്ന ആ പൃഥു പിന്നെ എന്തു ചെയ്തു എന്നുള്ളതാണ്. സോഭിഷിക്ത, ഇപ്രകാരം അഭിഷിക്തനായിരിക്കുന്ന പൃഥു വിപ്രൈർ, ബ്രാഹ്മണരാൽ അഭിഷിക്തനാക്കി ലബ്ധാശേഷ സുരാർഹണ, എല്ലാ ദേവന്മാരുടെയും ഒക്കെ അടുത്തു നിന്നും ആദരവിനെ സമ്പാദിച്ചു. ബിഭ്രത്സ വൈഷ്ണവം തേജോ, ആ വൈഷ്ണവ തേജസ്സിനെ ധരിച്ചു കൊണ്ടിരുന്നവനായിരിക്കുന്ന ബാഹുര്യാഭ്യാം, ബാഹുക്കളിൽ വൈഷ്ണവ തേജസ്സിനെ ധരിച്ചുകൊണ്ട് ആ ഭൂമിയെ ദുദോഹ, ഭൂമിയെ ദോഹനം ചെയ്തുവോ ആ പൃഥുചക്രവർത്തി സപൃഥു കിം അകരോൽ, ആ പൃഥുചക്രവർത്തി പിന്നെ എന്തു ചെയ്തു എന്നുള്ളതാണ് ഇവിടെ ചോദിക്കുന്നത്. അപ്പോൾ അതിലത്തെ പദങ്ങൾ നോക്കാം നമുക്ക്. വിപ്രൈഹി, ബ്രാഹ്മണരാൽ അഭിഷിക്ത, രാജാവായിട്ട് അഭിഷേകം ചെയ്യപ്പെട്ടവനും ലബ്ധാശേഷ സുരാർഹണ, സമ്പാദിക്കപ്പെട്ട ആ ദേവന്മാരുടെ ആദരവോട് കൂടിയവനും യാഭ്യാം, ഏതൊന്നുകൊണ്ട് ഗാം, ഭൂമിയെ ദുദോഹ, ദോഹനം ചെയ്തുവോ ബാഹുവോഹോ, ആ ബാഹുക്കളിൽ വൈഷ്ണവം തേജ, വൈഷ്ണവ തേജസ്സിനെ ബിഭ്രൽ, ധരിച്ചു കൊണ്ടിരുന്നവനും ആയ സ പൃഥു, ആ പൃഥു മഹാരാജാവ് കിം അകരോത്, ആ പൃഥു ചക്രവർത്തി പിന്നെ എന്തു ചെയ്തു എന്നുള്ളതാണ്. ഒന്നുകൂടി പറയാം പദങ്ങൾ. വിപ്രൈഹി, ആ ബ്രാഹ്മണരാൽ അഭിഷിക്ത, രാജാവായിട്ട് അഭിഷേകം ചെയ്യപ്പെട്ടവനും ലബ്ധാശേഷ സുരാർഹണ, സമ്പാദിക്കപ്പെട്ട ദേവന്മാരുടെ ആദരവോടു കൂടിയവനും യാഭ്യാം, ഏതൊന്നുകൊണ്ട്
ഗാം ഭൂമിയെ ദുദോഹ ദോഹനം ചെയ്തുവോ, ബാഹുവോഹോ ആ ബാഹുക്കളിൽ വൈഷ്ണവം തേജ വൈഷ്ണവ തേജസ്സിനെ ബിഭ്ര ധരിച്ചുകൊണ്ടിരുന്നവനും ആയ സ പൃഥു ആ പൃഥു മഹാരാജാവ് കിം അകരോൾ ആ പൃഥു ചക്രവർത്തി പിന്നെ എന്തു ചെയ്തു. അപ്പോൾ ഇതിലത്തെ അന്വയം വന്നിട്ട് വിപ്രൈഹി അഭിഷിക്ത ലബ്ധാശേഷസുരാർഹണ യാഭ്യാം ഗാം ദുദോഹ ബാഹുവോഹോ വൈഷ്ണവം തേജ ബിഭ്രൽ സ പൃഥു കിം അകരോത്. വിപ്രൈഹി അഭിഷിക്ത ലബ്ധാശേഷസുരാർഹണ യാഭ്യാം ഗാം ദുദോഹ ബാഹുവോഹോ വൈഷ്ണവം തേജ ബിഭ്രൽ സ പൃഥു കിം അകരോത്. ബ്രാഹ്മണരാൽ ആ രാജ്യാഭിഷേകം ചെയ്യപ്പെട്ടവനും സമ്പാദിക്കപ്പെട്ട ആ ദേവന്മാരുടെ ആ ആദരവോടുകൂടിയവനും ഏതൊന്നുകൊണ്ട് ആ ഭൂമിയെ ആദോഹനം ചെയ്തുവോ ആ ബാഹുക്കളിൽ ആ വൈഷ്ണവ തേജസ്സിനെ ധരിച്ചു കൊണ്ടിരിക്കുന്നവനും ആയിരിക്കുന്ന ആ പൃഥു മഹാരാജാവ് പിന്നെ എന്തു ചെയ്തു ഉള്ളതാണ് ഇവിടെ ചോദിക്കുന്നത്. ബ്രാഹ്മണരാൽ ആ ചക്രവർത്തിയായിട്ട് അഭിഷിക്തനായിരിക്കുന്ന പൃഥു ചക്രവർത്തി ആ ദേവന്മാരുടെ ബഹുമതി പോലും സമ്പാദിച്ചു. അദ്ദേഹം ഭൂമിയെ ദോഹനം ചെയ്തു. ദോഹനം ചെയ്യാമെന്ന് കറന്നെടുത്തു. ഭൂമിയിൽ നിന്നും വേണ്ടത്ര എല്ലാ സാധനങ്ങളും ഭൂമിക്ക് ആവശ്യമായിട്ടുള്ള ഭൂമിയിലെ ജനങ്ങൾക്കും പക്ഷിമൃഗാദികൾക്കും ഒക്കെ ആവശ്യമായിട്ടുള്ള സകല വസ്തുക്കളെയും ദോഹനം ചെയ്തു. അങ്ങനെ വൈഷ്ണവ തേജസ്സാർന്ന തൻ്റെ ആ കൈകൾ കൊണ്ട് അദ്ദേഹം പിന്നീട് എന്തെല്ലാം ചെയ്തു. സർവ്വലോകങ്ങളും ആ ലോകപാലന്മാരും ഇന്നുമുള്ള രാജാക്കന്മാരും ആ പൃഥു ചക്രവർത്തിയുടെ വീര്യത്തിൻ്റെ ഉച്ഛിഷ്ടമാണ്. അത് അടുത്ത ശ്ലോകത്തിൽ പറയണം. അപ്പോൾ അദ്ദേഹം എന്താണ് ചെയ്തത് എന്നുള്ളതാണ് ഇവിടെ ചോദിക്കുന്നത്. അപ്പോൾ ആ പൃഥു വിപ്രന്മാരാൽ അഭിഷിക്തനായിട്ട് ആ ദേവയോഗ്യങ്ങളായിരിക്കുന്ന അർഹണങ്ങളെല്ലാം സ്വീകരിച്ചിട്ട് ഭൂമി പരിപാലിച്ചു. ആ കൈകളിൽ വൈഷ്ണവ തേജസ് വഹിച്ചുകൊണ്ട് പിന്നെ അദ്ദേഹം എന്തു ചെയ്തു എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഹേ ഭഗവൻ, ആ പൃഥുചക്രവർത്തി ഏതൊരു കൈകളാൽ ഗോരൂപത്തെ ധരിച്ച് ആ ഭൂമിദേവിയിൽ നിന്നും അഭീഷ്ടവസ്തുക്കളെ കറന്നെടുത്തുവോ ആ കൈകളിൽ വിഷ്ണു തേജസ്സിനെ വഹിച്ചിരിക്കുന്നവനും അതുനിമിത്തം ബ്രഹ്മാവാദി സകല ദേവന്മാരിൽ നിന്നും ഛത്രചാമരാദി രാജചിഹ്നങ്ങൾ ആകുന്ന ആഭൂഷണങ്ങളെല്ലാം ലഭിച്ചിരിക്കുന്നവനും മരീച്യാദികളായിരിക്കുന്ന മഹാബ്രാഹ്മണരാൽ ഭൂമിപാലകനായിട്ട് അഭിഷേകം ചെയ്യപ്പെട്ടവനും ആകുന്നുവല്ലോ എന്നുള്ളതാണ് ശ്ലോകത്തിൻ്റെ അർത്ഥം. അപ്പോൾ ഇതിൽ വ്യാഖ്യാനം വന്നിട്ട് എന്താ പറഞ്ഞാൽ നോക്കാം. വ്യാഖ്യാനത്തിൽ വിപ്രൈർ അഭിഷിക്ത വിദ്രവാച വിദ്രം പറയുകയാണ്, വിപ്രന്മാരാൽ അഭിഷിക്ത പൃഥു, അഭിഷിക്തനായിരിക്കുന്ന പൃഥു കിം ചകാര എന്താണ് ചെയ്തത് എന്നുള്ളതാണ് ചോദിക്കുന്നത്. വിദ്രവാച വിപ്രൈർ അഭിഷിക്ത പൃഥു കിം ചകാര, വിപ്രന്മാരാൽ അഭിഷിക്തനായിരിക്കുന്ന ആ പൃഥു ചക്രവർത്തി പിന്നീട് എന്തു ചെയ്തു എന്നുള്ളതാണ് ഇവിടെ ചോദിച്ചത്. അപ്പോൾ അടുത്ത ശ്ലോകം നോക്കാം നമുക്ക്. 10ാമത്തെ ശ്ലോകം. കോന്വസ്യ കീർത്തിം ന ശൃണോത്യഭിജ്ഞോ യദ്വിക്രമോച്ഛിഷ്ടമശേഷഭൂപാ ലോകാസപാല ഉപജീവന്തി കാമ അദ്യാപി തന്മേ വദ കർമ്മശുദ്ധം. കോന്വസ്യ കീർത്തിം ന ശൃണോത്യഭിജ്ഞോ യദ്വിക്രമോച്ഛിഷ്ടമശേഷഭൂപാ ലോകാസപാല ഉപജീവന്തി കാമമദ്യാപി തന്മേ വദ കർമ്മശുദ്ധം. കോന്വസ്യ കീർത്തിം ന ശൃണോത്യഭിജ്ഞോ, എല്ലാ രാജാക്കന്മാരും യദ്വിക്രമോച്ഛിഷ്ടമശേഷഭൂപാ, എല്ലാ രാജാക്കന്മാരും സപാലകന്മാരോട് കൂടി ആ പാലകന്മാരോട് കൂടിയ ആ സർവ്വലോകങ്ങളും
യാതൊരാളുടെ ആ ഉച്ഛിഷ്ടത്തെ ഇപ്പോഴും വേണ്ട പോലെ ആശ്രയിച്ച് ജീവിക്കുന്നുവോ അപ്രകാരമുള്ള ഇദ്ദേഹത്തിൻ്റെ ആ യശസ്സിനെ ആ വിവേകിയായിരിക്കണ ആരാണ് ശ്രവിക്കാതിരിക്കുക? അതിനാൽ അദ്ദേഹത്തിൻ്റെ അശുദ്ധമായിരിക്കുന്ന കർമ്മങ്ങൾ എനിക്ക് വീണ്ടും പറഞ്ഞു തരൂ എന്നുള്ളതാണ് പറഞ്ഞത്. കോന്വസ്യ കീർത്തിം ന ശൃണോത്യഭിജ്ഞോ യദ്വിക്രമോച്ഛിഷ്ടമശേഷഭൂപ ലോകാസ്സപാല ഉപജീവന്തി കാമമദ്യാപി തന്മേ വധകർമ്മശുദ്ധം. അശേഷഭൂപാഹ എല്ലാ രാജാക്കന്മാരും, സപാലാഹ ആ പാലകന്മാരോടുകൂടിയ ലോകാഹ സർവലോകങ്ങളും, യദ്വിക്രമോച്ഛിഷ്ടം യാതൊരാളുടെ ആ വിക്രമത്തിൻ്റെ ഉച്ഛിഷ്ടത്തെ അദ്യാപി ഇപ്പോഴും വേണ്ടതുപോലെ കാമം വേണ്ടതുപോലെ ആശ്രയിച്ച് ജീവിക്കുന്നുവോ അസ്യ അപ്രകാരമുള്ള ഇദ്ദേഹത്തിൻ്റെ കീർത്തി യശസ്സിനെ അഭിജ്ഞ ശൃണോത്യഭിജ്ഞ ആ യശസ്സിനെ വിവേകിയായിരിക്കുന്ന ആരാണ് ന ശൃണോതി കോന്വസ്യ കീർത്തിം അദ്ദേഹത്തിൻ്റെ കീർത്തിയെ ആരാണ് അത് ശ്രവിക്കാതിരിക്കുക? തസ്യ അതിനാൽ അദ്ദേഹത്തിൻ്റെ ശുദ്ധമായ കർമ്മങ്ങൾ എനിക്ക് പറഞ്ഞു തന്നാലും. കോന്വസ്യ കീർത്തിം ന ശൃണോത്യഭിജ്ഞോ യദ്വിക്രമോച്ഛിഷ്ടമശേഷഭൂപാഹ യാതൊരാളുടെ വിക്രമത്തിൻ്റെ ഉച്ഛിഷ്ടത്തെ ലോകാസപാല ഉപജീവന്തി സർവലോകങ്ങളും ആ പാലകന്മാരോടുകൂടി എല്ലാ രാജാക്കന്മാരും ലോകാസപാല ഉപജീവന്തി കാമം അദ്യാപി അവർ അതിനെ ഇപ്പോഴും വേണ്ട പോലെ അതിനെ ആശ്രയിച്ചിട്ടാണ് ജീവിക്കുന്നുവോ അദ്ദേഹത്തിൻ്റെ ശുദ്ധമായിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ കർമ്മങ്ങൾ എന്താണെന്ന് എനിക്ക് പറഞ്ഞു തന്നാലും എന്നാണ് പറഞ്ഞു. അപ്പോൾ അശേഷഭൂപാഹ എല്ലാ രാജാക്കന്മാരും, സപാലാഹ പാലകന്മാരോടുകൂടിയ ലോകാഹ സർവലോകങ്ങളും, യദ്വിക്രമോച്ഛിഷ്ടം യാതൊരാളുടെ അവിക്രമത്തിൻ്റെ ഉച്ഛിഷ്ടത്തെ അദ്യാപി ഇപ്പോഴും കാമം വേണ്ട പോലെ ഉപജീവന്തി ആശ്രയിച്ച് ജീവിക്കുന്നുവോ അസ്യ അപ്രകാരമുള്ള ഇദ്ദേഹത്തിൻ്റെ കീർത്തിം യശസ്സിനെ അഭിജ്ഞ വിവേകിയായിരിക്കുന്ന കഹ നു ആരാണ് ന ശൃണോതി ശ്രവിക്കാതിരിക്കുക? തസ്യ അതിനാൽ അദ്ദേഹത്തിൻ്റെ ശുദ്ധമായ കർമ്മങ്ങൾ എനിക്ക് വധ പറഞ്ഞു തരൂ. ഒന്നും കൂടി പറയാം. അശേഷഭൂപാഹ എല്ലാ രാജാക്കന്മാരും, സപാലാഹ പാലകന്മാരോടുകൂടിയ ലോകാഹ സർവലോകങ്ങളും, യദ്വിക്രമോച്ഛിഷ്ട യാതൊരാളുടെ ആ വിക്രമത്തിൻ്റെ ഉച്ഛിഷ്ടത്തെ അദ്യാപി ഇപ്പോഴും കാമം വേണ്ട പോലെ ഉപജീവന്തി ആശ്രയിച്ച് ജീവിക്കുന്നുവോ അസ്യ അപ്രകാരമുള്ള ഇദ്ദേഹത്തിൻ്റെ കീർത്തി യശസ്സിനെ അഭിജ്ഞ വിവേകിയായ കഹ നു ആരാണ് ന ശൃണോതി ശ്രവിക്കാതിരിക്കുക? തസ്യ അതിനാൽ അദ്ദേഹത്തിൻ്റെ ശുദ്ധമായ കർമ്മങ്ങൾ എനിക്ക് വധ പറഞ്ഞു തരൂ. അപ്പോൾ അശേഷഭൂപാഹ സപാലാഹ ലോകാഹ യദ്വിക്രമോച്ഛിഷ്ടം അദ്യാപി കാമം ഉപജീവന്തി അസ്യ കീർത്തിം അഭിജ്ഞ കഹ नु न शृणोति തസ്യ ശുദ്ധം കർമ്മ മേ വദ. എന്നൂടി പറയാം. അശേഷഭൂപാ സപാലാ ലോകാ യദ്വിക്രമോച്ഛിഷ്ടം അദ്യാപി കാമം ഉപജീവന്തി അസ്യ കീർത്തിം അഭിജ്ഞ കഹ് नु न शृणोति തസ്യ ശുദ്ധം കർമ്മ
മേ വദ. അപ്പോൾ എല്ലാ രാജാക്കന്മാരും പാലകന്മാരോടുകൂടി കൂടിയ ആ സർവ്വലോകങ്ങളും യാതൊരാളുടെ അവിക്രമത്തിൻ്റെ ഉച്ഛിഷ്ടത്തെ ഇപ്പോഴും വേണ്ട പോലെ ആശ്രയിച്ച് ജീവിക്കുന്നുവോ അപ്രകാരമുള്ള ഇദ്ദേഹത്തിൻ്റെ കീർത്തി യശസ്സിനെ അറിയുന്ന വിവേകിയായ അതിനെ അറിയുന്ന വിവേകി ആരാണ് അതിനെപ്പറ്റി കേൾക്കാതിരിക്കുക, ശ്രവിക്കാതിരിക്കുക? അതിനാൽ അദ്ദേഹത്തിൻ്റെ ശുദ്ധമായ കർമ്മങ്ങൾ എനിക്ക് പറഞ്ഞു തരൂ. ആണ് പറഞ്ഞത്. ആ സർവ്വലോകങ്ങളും ലോകപാലന്മാരും ഇന്നുമുള്ള രാജാക്കന്മാരും ആ പൃഥുചക്രവർത്തിയുടെ ആ വീര്യത്തിൻ്റെ ഉച്ഛിഷ്ടമാണ് അനുഭവിക്കുന്നത്. ആ വിവേകിയായ ആരാണ് അദ്ദേഹത്തിൻ്റെ ചരിത്രം ശ്രദ്ധിച്ചു കേൾക്കാതിരിക്കുക? ആര് അദ്ദേഹത്തിൻ്റെ കീർത്തിയെപ്പറ്റി കേൾക്കാതിരിക്കും? സർവ്വരാജാക്കന്മാരും ലോകങ്ങളും ലോകപാലന്മാരും എല്ലാം യാതൊരാളുടെ പരാക്രമത്തിൻ്റെ ആ ഉച്ഛിഷ്ടതുല്യമായ ഫലമാണോ ഇന്ന് അനുഭവിക്കുന്നത്? അദ്ദേഹത്തിൻ്റെ ആ പരിശുദ്ധ കർമ്മം എന്നോട് പറഞ്ഞു തരൂ. അപ്പോൾ പരാക്രമിയായ അദ്ദേഹത്തിൻ്റെ ആ പൃഥ്വീദോഹനത്തിൽ നിന്ന് സിദ്ധിച്ച ആ ഭോഗ്യവസ്തുക്കളുടെ അവശേഷത്തെ ഇന്നും സകല രാജാക്കന്മാരും ഇന്ദ്രാദി ലോകപാലന്മാരും സകല പ്രാണിവർഗങ്ങളും അനുഭവിച്ചുകൊണ്ട് ഇരിക്കുകയാണല്ലോ. ആ ഗുണഗ്രാഹിയായ ഏതൊരുവനാണ് അദ്ദേഹത്തിൻ്റെ കീർത്തിയെ കേൾപ്പാൻ ആഗ്രഹിക്കാതിരിക്കുക? അതുകൊണ്ട് ഹേ ഭഗവൻ, ആ പരിശുദ്ധമായിരിക്കുന്ന ആ കർമ്മത്തെ എന്നോട് വിസ്തരിച്ച് അരുളി ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ വ്യാഖ്യാനത്തിൽ അസ്യ കീർത്തിം കോ ന ശൃണുയാത് അത്രേ പറഞ്ഞുള്ളൂ. അദ്ദേഹത്തിൻ്റെ കീർത്തിയെ ആരാണ് ശ്രവിക്കാതിരിക്കുക? സർവേ നൃപ, എല്ലാ രാജാക്കന്മാരും അദ്യാപി ഇതുവരെ അയൽ പരാക്രമോച്ഛിഷ്ടം, അദ്ദേഹത്തിൻ്റെ പരാക്രമങ്ങളിൽ നിന്നും ലഭിച്ചിട്ടുള്ള ആ വസ്തുക്കൾ ആചരന്തി ഉച്ഛിഷ്ടം അത് ഭുജിച്ചുകൊണ്ടാണ് അനുഭവിച്ചുകൊണ്ടാണ് ഇവിടെ കഴിയുന്നത്. തസ്യ ശുദ്ധം കർമ്മവദ, അദ്ദേഹത്തിൻ്റെ ആ ശുദ്ധമായിരിക്കുന്ന പരിശുദ്ധമായിരിക്കുന്ന കർമ്മത്തെ പറ്റിയിട്ട് എന്നോട് പറഞ്ഞു തരൂ. അസ്യ കീർത്തിം കോ ന ശൃണുയാൽ, അദ്ദേഹത്തിൻ്റെ യശസ്സിനെ ആരാണ് കേൾക്കാതിരിക്കുക? സർവേ നൃപാഹ, എല്ലാ രാജാക്കന്മാരും അദ്യാപി ഇതുവരെ യത് പരാക്രമോച്ഛിഷ്ടം ആചരന്തി, അദ്ദേഹത്തിൻ്റെ പരാക്രമങ്ങളുടെ ഉച്ഛിഷ്ടത്തെ ആചരിക്കുന്നു. തസ്യ ശുദ്ധം കർമ്മ, അങ്ങനെയുള്ള അദ്ദേഹത്തിൻ്റെ ശുദ്ധമായിരിക്കുന്ന കർമ്മത്തെപ്പറ്റി എനിക്ക് പറഞ്ഞു തന്നാലും. ഒന്നും കൂടി പറയാം. അസ്യ കീർത്തിം കോ ന ശൃണുയാത് സർവേ നൃപാഹ അദ്യാപി യത് പരാക്രമോച്ഛിഷ്ടമാചരന്തി തസ്യ ശുദ്ധം കർമ്മ വദ ഉള്ളതാണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥമായിട്ട് പറയുന്നത്. അപ്പോൾ അടുത്തത് 11ാമത്തെ ശ്ലോകം. മൈത്രേയ ഉവാച ഗംഗാ യമുനയോർനദ്യോരന്തരാക്ഷേത്രമാവസൻ ആരബ്ധാനേവ ബുഭുജേ ഭോഗാൻ പുണ്യജിഹാസയ. ഗംഗാ യമുനയോർനദ്യോരന്തരാക്ഷേത്രമാവസൻ ആരബ്ധാനേവ ബുഭുജേ ഭോഗാൻ പുണ്യജിഹാസയ. ഗംഗാ യമുന എന്നീ രണ്ട് നദികളുടെ ആ ഇടയിലുള്ള ആ ക്ഷേത്രം സ്ഥലത്തെ അധിവസിച്ചുകൊണ്ട്, ആ ക്ഷേത്രത്തിൽ അധിവസിച്ചുകൊണ്ട് പുണ്യം തീർക്കാനായിട്ട് ആ പ്രാരബ്ധങ്ങളായ ആ ഇഹലോക സുഖങ്ങളെ അദ്ദേഹം അനുഭവിച്ചു എന്നുള്ളതാണ് പറയുന്നത്. ഗംഗാ യമുനയോർ നദ്യോരന്തര, ഗംഗാ യമുന ഇവയുടെ ആ നദികളുടെ ഇടയിലുള്ള ആ ക്ഷേത്രത്തിൽ ആവസൻ, അവിടെ വസിച്ചുകൊണ്ട് അധിവസിച്ചുകൊണ്ട് ആരബ്ധാനേവ ബുഭുജേ, ആ പ്രാരബ്ധങ്ങളെയൊക്കെ അങ്ങനെ ഭുജിച്ചിട്ട് പ്രാരബ്ധങ്ങളായ ഭോഗങ്ങളെ ഇഹലോക സുഖങ്ങളെ ഭുജിച്ചിട്ട് ബുഭുജേ പുണ്യജിഹാസയ, ആ പുണ്യം തീർക്കാനായിട്ട് ആ പ്രാരബ്ധങ്ങളായിരിക്കുന്ന ആ ഇഹലോക സുഖങ്ങളെ
അനുഭവിച്ചു എന്നുള്ളതാണ് പറയുന്നത്. ആരബ്ധാനേവ ബുഭുജേ, അനുഭവിച്ചു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇതിലത്തെ പദങ്ങൾ നോക്കാം. ഗംഗായമുനയോഹോ, ഗംഗായമുന എന്നീ രണ്ട് നദ്യോഹോ, നദികളുടെ അന്തര ഇടയിലുള്ള ക്ഷേത്രം സ്ഥലത്തെ ആവസൻ അധിവാസം ചെയ്തുകൊണ്ട് പുണ്യജിഹാസയ പുണ്യം തീർക്കാനായിട്ട് ആരബ്ധാൻ പ്രാരബ്ധങ്ങളായ ഭോഗാൻ ഏവ ഇഹലോക സുഖങ്ങളെ ബുഭുജേ അനുഭവിച്ചു. ഗംഗായമുനയോഹോ, ഗംഗായമുന എന്ന് രണ്ട് നദ്യോഹോ നദികളുടെ അന്തര ഇടയിലുള്ള ക്ഷേത്രം സ്ഥലത്തെ ആവസൻ അധിവാസം ചെയ്തുകൊണ്ട്, സ്ഥലത്തിൽ അധിവാസം ചെയ്തുകൊണ്ട് പുണ്യജിഹാസയ പുണ്യം തീർക്കാനായിട്ട് ആരബ്ധാൻ പ്രാരബ്ധങ്ങളായിരിക്കുന്ന ഭോഗാൻ ഏവ ഇഹലോക സുഖങ്ങളെ ബുഭുജേ അനുഭവിച്ചു. അപ്പോൾ ഇതിൻ്റെ അന്വയം വന്നിട്ട് ഗംഗായമുനയോഹോ നദ്യോഹോ അന്തരാ ക്ഷേത്രം ആവസൻ പുണ്യജിഹാസയ ആരബ്ധാൻ ഭോഗാൻ ഏവ ബുഭുജേ. ഒന്നും കൂടി പറയാം. ഗംഗാ യമുനയോഹോ നദ്യോഹോ അന്തരാ ക്ഷേത്രം ആവസൻ പുണ്യജിഹാസയ ആരബ്ധാൻ ഭോഗാൻ ഏവ ബുഭുജേ. ഗംഗായമുന സംഗമത്തിനടുത്തായി എന്നീ രണ്ട് നദികളുടെ ഇടയിലുള്ള സ്ഥലത്തെ അധിവസിച്ചുകൊണ്ട് പുണ്യം തീർക്കാനായിട്ട് ആ പ്രാരബ്ധങ്ങളായിരിക്കുന്ന ഇഹലോക സുഖങ്ങൾ അനുഭവിച്ചു. ഗംഗായമുന സംഗമത്തിനടുത്തായി സ്ഥിതി ചെയ്യുന്ന തൻ്റെ രാജധാനിയിൽ വസിച്ചുകൊണ്ടെന്നർത്ഥം. രാജധാനിയിൽ വസിച്ചുകൊണ്ട് പ്രാരബ്ധം നശിക്കാൻ വേണ്ടി കർമ്മങ്ങൾ ചെയ്ത് തൻ്റെ പുണ്യം നശിക്കാനാണ് അത് അവിടെ പ്രയർത്തിച്ചതെന്നർത്ഥം. ഗംഗായമുന മധ്യത്തിൽ എന്നർത്ഥമുള്ള അന്തര എന്ന് പ്രയോഗം, സമീപത്തെന്ന അർത്ഥം. പ്രാരബ്ധം അനുഭവിച്ചു തന്നെ തീർക്കണം എന്നത് നിശ്ചയമാണ്. അത് പാപമായാലും പുണ്യമായാലും അത് അനുഭവിച്ചു തീർന്നില്ലെങ്കിൽ അതിനുവേണ്ടി പുനർജന്മം വേണ്ടിവരും. അപ്പോൾ പുണ്യം പോലും നശിച്ചാലേ പ്രാരബ്ധം അവസാനിക്കൂ. പുണ്യം പോലും നശിച്ചാലേ പ്രാരബ്ധം അവസാനിക്കൂ. പാപം അദ്ദേഹം ചെയ്തിട്ടും ഇല്ല. അതിനാൽ ഈ ജന്മത്തിൽ തന്നെ പുണ്യഫലം അനുഭവിച്ച് അവസാനിപ്പിച്ച് ആ പ്രാരബ്ധ വിമുക്തനായി മോക്ഷാർഹനാവാൻ ആ കർമ്മങ്ങൾ ചെയ്തു എന്നർത്ഥം. അവ കേവലം സുഖാനുഭൂതിക്കല്ലെന്ന് പ്രത്യേകം പറയേണ്ടതായിരിക്കണം. സുഖാനുഭൂതിക്കല്ല ചെയ്തത്, ആ പ്രാരബ്ധ കർമ്മങ്ങൾ നമ്മളുടെ ആ കർമ്മവിശേഷമായിട്ട് നമ്മളുടെ ആ കടമയായിട്ട് അത് ചെയ്തു തീർത്തു. ആര് അദ്ദേഹത്തെ കീർത്തിയെപ്പറ്റി കേൾക്കാതിരിക്കും പറഞ്ഞല്ലോ അല്ലേ. അപ്പോൾ അദ്ദേഹം ആ ഗംഗായമുനകളുടെ മധ്യപ്രദേശത്ത് വസിച്ച് പ്രാരബ്ധങ്ങളായിരിക്കുന്ന ഭോഗങ്ങൾ മാത്രം അനുഭവിച്ചു. പുണ്യവും ഒരു പ്രകാരത്തിൽ ബന്ധം നശിക്കുന്നതാകയാൽ ഒരു പ്രകാരത്തിൽ മുക്തിക്ക് തടസ്സമായിരിക്കുന്ന അത് നശിപ്പിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ടാണ് ആ ഭോഗം അനുഭവിച്ചത്. മൈത്രേയൻ പറഞ്ഞു, ഗംഗാ യമുന എന്നീ നദികളുടെ മധ്യത്തിലുള്ള ക്ഷേത്രത്തിൽ വസിച്ചിരുന്ന ആ പൃഥുമഹാരാജാവ് മുജ്ജന്മകൃത പുണ്യകർമ്മങ്ങളുടെ ഫലമായി സിദ്ധിച്ച ഭോഗങ്ങളെ മാത്രം അനുഭവിച്ചു. സുഖം സമ്പാദിപ്പാനായി കർമ്മങ്ങൾ ചെയ്തില്ല. പ്രാരബ്ധം അനുഭവിച്ചു തന്നെ അവസാനിപ്പിക്കണം. സുഖവും ദുഃഖവും പുണ്യപാപ രൂപങ്ങളായിരിക്കുന്ന ജന്മാന്തര കർമ്മങ്ങളുടെ ഫലമാണ്. അനുഭവം കൊണ്ട് ആ കർമ്മങ്ങൾ അവസാനിപ്പിക്കുമ്പോൾ പുരുഷൻ മോക്ഷാർഹനായിട്ട് ഭവിക്കുന്നു. അതാണ് 11ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം. അതിൻ്റെ വ്യാഖ്യാനം നോക്കാം. മൈത്രേയ ഉവാച പൃഥുർഗംഗായമുനയോർमध्ये അന്തർവേദ്യാം വസൻ. ആ ഗംഗായമുന ഇവയുടെ മധ്യത്തിൽ ആ ഇടയിലായിട്ടുള്ള ആ രാജധാനിയിൽ വസിച്ച് വസൻ പുണ്യക്ഷയേച്ഛയ പുണ്യത്തെ ക്ഷയിപ്പിക്കാനായിട്ടുള്ള ഇച്ഛ കൊണ്ട് ആ പുണ്യഫലങ്ങളെ ഭോഗാൻ ബുഭുജേ അതിനെയൊക്കെ ഭുജിച്ചു. ഒന്നും കൂടി പറയാം. മൈത്രേയ ഉവാച പൃഥുർഗംഗായമുനയോർमध्ये ഗംഗയുടെയും യമുനയുടെയും മധ്യത്തിലായിരിക്കുന്ന അന്തർവേദ്യാം അവിടെ ഇടയിലുള്ള
പ്രസിദ്ധമായ സ്ഥലത്ത് വസിച്ചിട്ട് പുണ്യക്ഷയേച്ഛയ പുണ്യത്തിൻ്റെ ക്ഷയം ഉണ്ടാക്കി തീർക്കാൻ വേണ്ടി ഭോഗാൻ ആ സുഖഭോഗങ്ങളെ അനുഭവിച്ച് ബുഭുജെ അവിടെ വെച്ച് അനുഭവിച്ചു. അപ്പോൾ തന്നെ വന്നിട്ട് മൈത്രേയ ഉവാച പൃഥുർഗംഗായമുനയോർ മധ്യേ അന്തർവേദ്യാം വസൻ പുണ്യക്ഷയേച്ഛയ ഭോഗാൻ ബുഭുജേ. അടുത്ത ശ്ലോകം സർവത്ര സ്ഖലിതാദേശ സപ്തദ്വീപൈകദണ്ഡധൃക് അന്യത്ര ബ്രാഹ്മണ കുലാദന്യത്രാച്യുതഗോത്രതഃ സർവത്രാസ്ഖലിതാദേശ സപ്തദ്വീപൈകദണ്ഡധൃക് അന്യത്ര ബ്രാഹ്മണകുലാദന്യത്രാച്യുതഗോത്രതഃ. സപ്തദ്വീപൈകദണ്ഡധൃക് സപ്തദ്വീപാധിപത്യം ഒറ്റ ചെങ്കോലിൽ ഒതുക്കിയവനായിട്ട് അന്യത്ര ആ ബ്രാഹ്മണ സമൂഹത്തിൽ നിന്ന് അന്യമായും വൈഷ്ണവനും അന്യമായിട്ട് വൈഷ്ണവാനുയായികളാൽ അവരിൽ നിന്നും അന്യമായിട്ട് ഉള്ള സർവരിലും അസ്ഖലിത ആദേശ ഇളവ് ചെയ്യാത്ത ശാസനയോടെ ആരിലും ഒരു ഇളവുമില്ല, ശാസനകൾക്കൊന്നും ഇളവുകളൊന്നുമില്ലാതെ എല്ലാവർക്കും ഒരേപോലെ വേണ്ട ആ ശാസനകളെയൊക്കെ കൊടുത്തുകൊണ്ടതർത്ഥം. അപ്പോൾ സപ്തദ്വീപാധിപത്യം ഒറ്റ ചെങ്കോലിൽ ഒതുക്കിയിട്ട് സപ്താധിപൈക ദണ്ഡധൃക് സപ്തദ്വീപാധിപത്യം ഒറ്റ ചെങ്കോലിൽ ഒതുക്കിയവനായിട്ട് ബ്രാഹ്മണ കുലാത് അന്യത്ര ബ്രാഹ്മണ സമൂഹത്തിൽ നിന്ന് അന്യമായും അച്യുതഗോത്രത അന്യത്ര വൈഷ്ണവാനുയായികളിൽ നിന്നും അന്യമായും സർവത്ര ഉള്ള സർവരിലും അസ്ഖലിതാദേശ ഇളവ് ചെയ്യാത്ത ശാസനയോടെ ഭരിച്ചു. കൂടി പറയാത്ത പദങ്ങൾ സപ്തദ്വീപൈക ദണ്ഡധൃക് സപ്തദ്വീപാധിപത്യം ഒറ്റ ചെങ്കോലിൽ ഒതുക്കിയവനായിട്ട് ബ്രാഹ്മണകുലാത് അന്യത്ര ബ്രാഹ്മണ സമൂഹത്തിൽ നിന്നും അന്യമായും അച്യുതഗോത്രത അന്യത്ര വൈഷ്ണവാനുയായികളിൽ നിന്നും അന്യമായും സർവത്ര ഉള്ള ഏവരിലും ബ്രാഹ്മണരിലും വൈഷ്ണവരിലും അല്ലാത്ത സകലരിലും അസ്ഖലിതാദേശ ഇളവ് ചെയ്യാത്ത ശാസനയോടെ ഭരിച്ചു എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോഴത്തെ അന്വയം വന്നിട്ട് സപ്തദ്വീപൈകദണ്ഡധൃക് ബ്രാഹ്മണകുലാത് അന്യത്ര അച്യുതഗോത്രത അന്യത്ര സർവത്ര അസ്ഖലിതാദേശ. ഒന്നും കൂടി പറയാം. സപ്തദ്വീപൈകദണ്ഡധൃക് ബ്രാഹ്മണകുലാത് അന്യത്ര അച്യുതഗോത്രത അന്യത്ര സർവത്ര അസ്ഖലിതാദേശ അതായത് സപ്തദ്വീപാധിപത്യം ഒറ്റ ചെങ്കോലിൽ ഒതുക്കിയവനായിട്ട് ബ്രാഹ്മണ സമൂഹത്തിൽ നിന്നും അന്യമായും ആ വൈഷ്ണവാനുയായികളിൽ നിന്നും അന്യമായും ഉള്ള സർവരിലും ആ ഇളവ് ചെയ്യാത്ത ശാസനയോട് കൂടിയിട്ട് ഭരിച്ചു. ബ്രാഹ്മണരെയും ഭാഗവതോത്തമന്മാരെയും ഒഴിച്ച് മറ്റെല്ലാവരെയും തൻ്റെ ഉഗ്രശാസനയ്ക്ക് വിധേയമാക്കിക്കൊണ്ട് ആ സപ്തദ്വീപങ്ങളും ഭരിച്ചു. അല്ലയോ ശ്രേഷ്ഠനായിരിക്കുന്ന വിതുര, അദ്ദേഹം ഒരിക്കൽ അല്ലാതെ ബ്രാഹ്മണരെയും ഭാഗവതോത്തമന്മാരെയും അതാണ് ബ്രാഹ്മണരെയും ഭാഗവതോത്തമന്മാരെയും മറ്റെല്ലാവരെയും തൻ്റെ ശാസനയ്ക്ക് ബ്രാഹ്മണരെയും ഭാഗവതോത്തന്മാരെയും ഒഴിച്ച് എല്ലാവരെയും തൻ്റെ ഉഗ്രശാസനയ്ക്ക് വിധേയമാക്കിക്കൊണ്ട് ആ സപ്തദ്വീപങ്ങളും ഭരിച്ചു.
അപ്പോൾ ബ്രാഹ്മണ കുലത്തിൽ നിന്നും പരമഭക്തന്മാരിൽ നിന്നും അന്യത്ര എല്ലാ ദിക്കിലും എല്ലാ ദ്വീപുകളിലും ആർക്കും തടുക്കുവാൻ കഴിയാത്ത ആജ്ഞാശക്തിയോടെ ഏകാധിപതിയായിട്ട് കഴിഞ്ഞു. 7 ദ്വീപുകളിലും ധർമ്മത്തെ സ്ഥാപിക്കുന്നതിന് അധികാരിയായ ആ പരിപാലകൻ അദ്ദേഹം ഒരുവൻ മാത്രമായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആജ്ഞ എങ്ങും ഒരുപോലെ എല്ലാവരാലും അംഗീകരിക്കപ്പെട്ടിരുന്നു. എന്നാൽ വേദോക്ത കർമ്മങ്ങളെ നടത്തുന്ന ആ ബ്രാഹ്മണരിലും ശ്രീനാരായണ ഭക്തന്മാരിലും അദ്ദേഹം ആജ്ഞയെ നടത്തിയിരുന്നില്ല. സ്വതേ തന്നെ അവർ ലോകഹിതകാരികളായതുകൊണ്ട് ആ രാജാജ്ഞ അവരിൽ പ്രവേശിക്കേണ്ടതായ ആവശ്യം ഉണ്ടായിരുന്നില്ല എന്ന് സാരം. അപ്പം ഇതിലത്തെ വ്യാഖ്യാനം: സപ്തദ്വീപേഷ്വേക ഏവ ദണ്ഡധര. സപ്തദ്വീപുകൾക്കും ദ്വീപേഷ്വേക, അതിനും ഏക ഏവ, ഒരേ ഒരാൾ, ദണ്ഡധര ചെങ്കോല് പിടിച്ചിട്ട്, സൻ ബ്രാഹ്മണകുലം വൈഷ്ണവം ച വിനാ അന്യത്ര. ബ്രാഹ്മണകുലത്തിലും വൈഷ്ണവകുലത്തിനും അന്യമായിട്ടുള്ള, അന്യത്രാ സ്ഖലിതാജ്ഞ, അപ്പോൾ അന്യ ആയിട്ടുള്ള, ഇവരിൽ നിന്നും അന്യമായിട്ടുള്ള എല്ലാവരിലും ശക്തമായിരിക്കുന്ന ആജ്ഞകളെ, ശാസനകളെ ചെയ്ത് ആസീത് ഇരുന്നു. അപ്പോൾ സപ്തദ്വീപേഷ്വേക ഏവ ദണ്ഡധരഃ. സപ്തദ്വീപുകളിലും ഒരു ചെങ്കോൽ പിടിച്ചുകൊണ്ട് അതിനെ ഭരിക്കാൻ, അതിൻ്റെ ഭരണം ഏറ്റെടുത്തുകൊണ്ട് സൻ പൃഥ്വിമഹാരാജാവ് ബ്രാഹ്മണകുലം വൈഷ്ണവം ച, ബ്രാഹ്മണകുലത്തിലുള്ളവരും വൈഷ്ണവകുലത്തിലുള്ളവരും വിന, അവരല്ലാത്ത, ഈ 2 കുലത്തിലും പെട്ടവരല്ലാത്ത അന്യത്ര, സകലരിലും അന്യത്ര ആസ്ഖലിതാജ്ഞ, തടുക്കാനാവാത്ത അശാസനകളെ ചെയ്തുകൊണ്ട് ആസീത് ഭരിച്ചു എന്നർത്ഥം. അപ്പോൾ സപ്തദ്വീപേഷ്വേക ഏവ ദണ്ഡധര സൻ ബ്രാഹ്മണകുലം വൈഷ്ണവം ച വിനാന്യത്ര ആസ്ഖലിതാജ്ഞ ആസീത് എന്നുള്ളതാണ് അതിൻ്റെ അന്വയം. ഒന്നും കൂടി പറയാം: സപ്തദ്വീപേഷ്വേക ഏവ ദണ്ഡധരഃ സൻ ബ്രാഹ്മണകുലം വൈഷ്ണവം ച വിനാന്യത്ര ആസ്ഖലിതാജ്ഞ ആസീത് എന്നുള്ളതാണ് അതിൻ്റെ വ്യാഖ്യാനം വന്നിട്ട് വരുന്നത്. അപ്പോൾ അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. അടുത്ത ശ്ലോകം എന്ന് പറയുമ്പോൾ 13ാമത്തെ ശ്ലോകം. ഏകദാസീൻ മഹാസത്രദീക്ഷ തത്ര ദിവൗകസാം സമാജോ ബ്രഹ്മർഷീണാം രാജർഷീണാം ച സത്തമ. ഏകദാസീൻ മഹാസത്രദീക്ഷിത സക്തദീക്ഷ തത്ര ദിവൗകസാം സമാജോ ബ്രഹ്മർഷീണാം രാജർഷീണാം ച സത്തമ. അല്ലയോ സജ്ജനമേ, ഒരിക്കൽ ആ മഹാസത്രത്തിനുള്ള ദീക്ഷയെടുത്തിട്ട്, ഒരു വലിയ മഹാസത്രത്തിനുള്ള ദീക്ഷയെടുത്തിട്ട് അതിൽ ആ ദേവന്മാരുടെയും ബ്രഹ്മർഷിമാരുടെയും രാജർഷിമാരുടെയും ഒക്കെ സമ്മേളനം ഉണ്ടായി, സമാജം ഉണ്ടായി എന്നർത്ഥം. ഏകദാസീൻ മഹാസത്ര ദീക്ഷ, ഒരിക്കൽ ആ മഹാസത്രത്തിൻ്റെ ദീക്ഷയെടുത്ത് തത്ര ദിവൗകസാം, അവിടെ ദേവന്മാരും സമാജോ സംബന്ധിച്ചു, ബ്രഹ്മർഷികളും ബ്രഹ്മർഷീണാം രാജർഷീണാം ച സത്തമ, ബ്രഹ്മർഷിമാരും രാജർഷിമാരും എല്ലാവരും അവിടെ ഒത്തുകൂടി എന്നർത്ഥം. അപ്പോൾ പദങ്ങളെ ഹേ സത്തമ, അല്ലയോ സജ്ജനമേ, ഏകദാ ഒരിക്കൽ മഹാസത്ര ദീക്ഷ, ഒരു മഹാസത്രത്തിനുള്ള ദീക്ഷ ആസീത് ഉണ്ടായി, തത്ര അതിൽ ദിവൗകസാം ദേവന്മാരുടെയും ബ്രഹ്മർഷീണാം ബ്രഹ്മർഷിമാരുടെയും രാജർഷീണാം ച രാജർഷിമാരുടെയും സമാജ സമ്മേളനം ഉണ്ടായി. ഹേ സത്തമ, അല്ലയോ രാജാവേ, അല്ലയോ സജ്ജനമേ, ഒരിക്കൽ
മഹാസത്ര ദീക്ഷ ഏകദ ഒരിക്കൽ മഹാസത്ര ദീക്ഷ ഒരു മഹാസത്രത്തിനുള്ള ദീക്ഷ ആസീത് ഉണ്ടായി. തത്ര അതിൽ ദിവൗകസാം ദേവന്മാരുടെയും ബ്രഹ്മർഷിമാരുടെയും രാജർഷീണാം രാജർഷിമാരുടെയും സമാജ സമ്മേളനമുണ്ടായി. അതിലത്തെ അന്വയം വന്നിട്ട് ഹേ സത്തമ ഏകദ മഹാസത്ര ദീക്ഷ ആസീത് തത്ര ദിവൗകസാം ബ്രഹ്മർഷീണാം രാജർഷീണാം ച സമാജ. ഒന്നുകൂടി പറയാം. ഹേ സത്തമ ഏകദ മഹാസത്ര ദീക്ഷ ആസീത് തത്ര ദിവൗകസാം ച ബ്രഹ്മർഷീണാം രാജർഷീണാം ച സമാജ. അല്ലയോ സജ്ജനമേ, ഒരിക്കൽ ആ മഹാസത്രത്തിനുള്ള ദീക്ഷ ഉണ്ടായി. അതിൽ ആ ദേവന്മാരുടെയും ബ്രഹ്മർഷിമാരുടെയും രാജർഷിമാരുടെയും സമ്മേളനം ഉണ്ടായി. അല്ലയോ ശ്രേഷ്ഠനായിരിക്കുന്ന വിതുര, അദ്ദേഹം ഒരിക്കൽ ഒരു മഹാസത്രം എന്ന യാഗം ആരംഭിച്ചു. ദേവന്മാർ, ബ്രഹ്മർഷികൾ, രാജർഷികൾ മുതലായവർ അതിന് സംഘമായി വന്ന് ചേർന്നു. അതിനുവേണ്ടി 12 അഹസ്സുകളിൽ കൂടുതൽ ദൈർഘ്യമുള്ളതും ഒരു സൗമയാഗ വിശേഷമുള്ളതുമായ സത്രമാണ് പൃഥു നടത്തിയതെന്ന് സമർത്ഥിക്കാൻ പ്രയാസം ഉണ്ട്. നൈമിഷാരണ്യത്തിലെ സത്രം അതാണെന്ന് ആദ്യമേ പറഞ്ഞിട്ടുണ്ടല്ലോ. എന്നാൽ പൃഥുവിൻ്റേത് അതല്ല തന്നെ. കാരണം സത്രാധികാരം ബ്രാഹ്മണർക്ക് മാത്രമേ ഉള്ളൂ. അതിൽ യജമാന പുരോഹിത വ്യത്യാസം ഇല്ല. അതിനാൽ ദക്ഷിണയും ഇല്ല. തസ്മാത് ബ്രാഹ്മണാനാമേവ സ്യാത് ബ്രാഹ്മണ ഏവ സത്രാണ്യാസീൻ നിരസീതി അഭി വാ യജമാനാഃ സ്യൂർ ഋത്വിജാം അഭിധാന സംയോഗാത് തേഷാം സ്യാദ് യജമാനത്വം അദക്ഷിണത്വാച്ച ഇത്യാദി. 12 വരെ അഹസ്സുള്ള അഹീനം എന്ന സോമയാഗ വിശേഷത്തെ സത്രമെന്ന് വിളിക്കാമെന്ന് ശബരസ്വാമി സമ്മതിക്കുന്നു. അഹീനാമേവ സത്ര ശബ്ദേന വക്ഷ്യാതി. അതിന് ക്ഷത്രിയരും അധികാരികൾ തന്നെ. ഈ അഹീനം എന്ന സോമയാഗത്തിന് ക്ഷത്രിയരും അധികാരികൾ തന്നെ. ഇവിടെ പൃഥുവിൻ്റെ മഹാസത്രം അഹീനമാണ്. പൃഥു ഒരു രാജസൂയവും നടത്തിയതായിട്ട് ബ്രാഹ്മാദി പുരാണങ്ങളിൽ കാണാം. പൃഥുർവൈന്യസ്തഥാചേമാം രരക്ഷ ക്ഷത്രപൂർവജ രാജസൂയാഭിഷിക്താനാം ആദ്യ സ വസുധാധിപ. ബ്രാഹ്മപുരാണത്തിൽ അങ്ങനെ പറയുന്നുണ്ട്. അദ്ദേഹം വേറൊരു സത്രവും ചെയ്തിരുന്നു. ഇവിടെ അഹീനം എന്നുള്ള മഹാസത്രമാണ് ഇവിടെ അദ്ദേഹം ചെയ്യുന്നത്. അപ്പോൾ ശ്രേഷ്ഠനായ വിതുര ഒരിക്കൽ ഒരു മഹാസത്രം ചെയ്യാനുള്ള ദീക്ഷ അദ്ദേഹം കൈക്കൊണ്ടു. ദേവന്മാരുടെയും ബ്രഹ്മർഷിമാരുടെയും രാജർഷിമാരുടെയും വലിയൊരു സംഘം തന്നെ അതിൽ സംബന്ധിച്ചു. ഏറ്റവും ശുഭാചാരയുക്തനായിരിക്കുന്ന വിതുര ഒരിക്കൽ രാജാവായ പൃഥു മഹത്തായ ഒരു യാഗത്തിനായി ദീക്ഷിച്ചു. അവിടെ സ്വലോകവാസികളായ ആ ദേവഗന്ധർവ വിദ്യാധരാദികളും വസിഷ്ഠാദികളായിരിക്കുന്ന ബ്രഹ്മർഷികളും ഭൂലോകപാലന്മാരായിരിക്കുന്ന രാജാക്കന്മാരിൽ ഋഷികളെപ്പോലെ ധർമ്മനിഷ്ഠരായിട്ടുള്ളവരും വന്നു ചേർന്നു. അപ്പോൾ ഏകദാ തത്ര തസ്യ ഒരിക്കൽ അവിടെ അദ്ദേഹത്തിൻ്റെ മഹായജ്ഞദീക്ഷാനാസിയിൽ മഹായജ്ഞയ്ക്ക് ദീക്ഷയുണ്ടായി. അദ്ദേഹത്തിൻ്റെ ഒരു ദീക്ഷയുണ്ടായി. തത്ര ദേവാനാം അവിടെ ദേവന്മാരും ബ്രഹ്മർഷികളും ഒക്കെ സമാജോ ബഭൂവ സംബന്ധിക്കാൻ ആയിട്ട് എത്തിച്ചേർന്നു. ഏകദാ തത്ര തസ്യ ഒരിക്കൽ അവിടെ പൃഥ്വിരാജാവിൻ്റെ മഹായജ്ഞ ദീക്ഷാനാസിയിൽ മഹായജ്ഞത്തിനുള്ളതായിരിക്കുന്ന ദീക്ഷ ഉണ്ടായി. തത്ര അവിടെ ദേവാനാം ദേവന്മാരും ബ്രഹ്മർഷീണാം സമാജോ ബഭൂവ അവിടെ ദേവർഷിമാരും ബ്രഹ്മർഷിമാരും ഒക്കെ എത്തിച്ചേർന്നു. അപ്പോൾ
തത്ര തസ്യ മഹായജ്ഞദീക്ഷാസീത് തത്ര ദേവാനാം ഋഷീണാം സമാജോ ബഭൂവ. അപ്പം അടുത്ത ശ്ലോകം തസ്മിന്നർഹൽസു സർവേഷു സ്വർച്ചിതേഷു യഥാർഹതഃ ഉത്ഥിതഃ സദസോ മധ്യേ താരാണാമുടുരാടിവ. തസ്മിന്നർഹൽസു സർവേഷു സ്വർച്ചിതേഷു യഥാർഹതഃ ഉത്ഥിതഃ സദസോ മധ്യേ താരാണാം ഉടുരാടിവ. അപ്പോൾ ആ സത്രത്തിൽ എല്ലാവരും അർഹരായ എല്ലാവരും അതിൽ യഥാർഹം ആദരിക്കപ്പെട്ടിരിക്കെ, തസ്മിൻ അർഹൽസു സർവേഷു എല്ലാവരും ആദരിക്കപ്പെട്ടിരിക്കെ, താരാണ നക്ഷത്രങ്ങളുടെ ഇടയിൽ ഉടുരാട്ട് ചന്ദ്രൻ എന്ന പോലെ, സദസഹ സദസ്സിൻ്റെ മധ്യത്തിൽ, ഉത്ഥിത സമന്തത സമീക്ഷിത അദ്ദേഹം എഴുന്നേറ്റ് നിന്ന് ചുറ്റും നോക്കി. ആ പൃഥ്വിമഹാരാജാവ് അതിൻ്റെ ഇടയിൽ എഴുന്നേറ്റ് നിന്നിട്ട് ചുറ്റും നോക്കി എന്നർത്ഥം. തസ്മിൻ അർഹൽസു സർവേഷു സ്വർച്ചിതേഷു യഥാർഹതഃ ഉത്ഥിതഃ സദസോ മധ്യേ താരാണാമുടുരാടിവ. തസ്മിൻ ആ സത്രത്തിൽ, അർഹൽസു സർവേഷു അർഹരായവരെല്ലാവരും, യഥാർഹതഃ യഥാർഹം സ്വർച്ചിതേഷു ആദരിക്കപ്പെട്ടിരിക്കെ, താരാണാം നക്ഷത്രങ്ങളുടെ ഇടയിൽ, ഉടുരാടിവ ചന്ദ്രൻ എന്ന പോലെ, സദസഃ സദസ്സിൻ്റെ മധ്യത്തിൽ, ഉത്ഥിതഃ സമന്തതഃ സമീക്ഷത അദ്ദേഹം എഴുന്നേറ്റ് നിന്ന് ചുറ്റും നോക്കി. ഒന്നുകൂടി പറയാതിരുത്ത പദങ്ങളുടെ അർത്ഥം: തസ്മിൻ ആ സത്രത്തിൽ, അർഹൽസു സർവേഷു അർഹരായ എല്ലാവരും, യഥാർഹതഃ യഥാർഹം സ്വർച്ചിതേഷു ആദരിക്കപ്പെട്ടിരിക്കെ, താരാണാം ആ നക്ഷത്രങ്ങളുടെ ഇടയിൽ, ഉടുരാട് ഇവ ചന്ദ്രൻ എന്ന പോലെ, സദസഃ സദസ്സിൻ്റെ മധ്യത്തിൽ, ഉത്ഥിതഃ സമന്തതഃ സമീക്ഷത അദ്ദേഹം എഴുന്നേറ്റ് നിന്ന് ചുറ്റും നോക്കി. എന്നുകൂടി പറയാം: തസ്മിൻ ആ സത്രത്തിൽ, അർഹൽസു സർവേഷു അർഹരായ എല്ലാവരും, യഥാർഹതഃ യഥാർഹം സ്വർച്ചിതേഷു ആദരിക്കപ്പെട്ടിരിക്കെ, താരാണാം നക്ഷത്രങ്ങളുടെ ഇടയിൽ, ഉടുരാടിവ ചന്ദ്രൻ എന്ന പോലെ, സദസഃ സദസ്സിൻ്റെ മധ്യത്തിൽ, ഉത്ഥിതഃ സമന്തതഃ സമീക്ഷത അദ്ദേഹം എഴുന്നേറ്റ് നിന്ന് ചുറ്റും നോക്കി. അന്വയം: തസ്മിൻ അർഹൽസു സർവേഷു യഥാർഹതഃ സ്വർച്ചിതേഷു താരാണാം ഉടുരാട് ഇവ സദസഃ മധ്യേ ഉത്ഥിതഃ. തസ്മിൻ അർഹൽസു സർവേഷു യഥാർഹതഃ സ്വർച്ചിതേഷു താരാണാം ഉടുരാട് ഇവ സദസഃ മധ്യേ ഉത്ഥിതഃ സമന്തതഃ സമീക്ഷത. അപ്പോൾ ആ സത്രത്തിൽ അർഹരായ എല്ലാവരും യഥാർഹം ആദരിക്കപ്പെട്ടിരിക്കെ, നക്ഷത്രങ്ങളുടെ ഇടയിൽ ചന്ദ്രനെ എന്ന പോലെ ആ സദസ്സിൻ്റെ മധ്യത്തിൽ രാജാവ് എഴുന്നേറ്റ് നിന്ന് ചുറ്റും നോക്കി. അവിടെ അസന്നിഹിതനായിരിക്കുന്ന പൂജ്യന്മാരെയെല്ലാം വഴി പോലെ സൽക്കരിച്ചിരുത്തിയതിന് ശേഷം ആ പൃഥുചക്രവർത്തി നക്ഷത്രങ്ങളുടെ മധ്യത്തിൽ ചന്ദ്രൻ എന്ന പോലെ എഴുന്നേറ്റ് നിന്ന് ചുറ്റുപാടും നോക്കി. ആ സദസ്സിൽ പൂജ്യന്മാരായവർ എല്ലാവരും യഥായോഗ്യം പൂജിക്കെ, അദ്ദേഹം നക്ഷത്രങ്ങളുടെ മധ്യത്തിൽ ചന്ദ്രനെ എന്ന പോലെ കാണപ്പെട്ടു. അപ്പോൾ ഏറ്റവും ശുഭാചാരയുക്തനായിരിക്കുന്ന വിതുര ഒരിക്കൽ ആ രാജാവായ പൃഥു മഹത്തായ ഒരു യാഗത്തിനായിട്ട് ദീക്ഷിച്ചു. അവിടെ സ്വർലോകവാസികളായിരിക്കുന്ന ദേവന്മാരും ഗന്ധർവ വിദ്യാധര ആദികളും വസിഷ്ഠാദികളായിരിക്കുന്ന ബ്രാഹ്മണാദികളും ഭൂലോകപാലന്മാരായിരിക്കുന്ന രാജാക്കന്മാരിൽ ഋഷികളെപ്പോലെ ധർമ്മനിഷ്ഠന്മാരായവരും വന്നു ചേർന്നു. ആ സത്രത്തിൽ വന്നിട്ടുള്ള പൂജ്യന്മാരെയെല്ലാം അവരുടെ യോഗ്യതയ്ക്കനുസരിച്ച് സൽക്കരിച്ച ശേഷം ആ സദസ്സിൻ്റെ മധ്യത്തിൽ, നക്ഷത്രങ്ങളുടെ മധ്യത്തിൽ ചന്ദ്രനെ എന്ന പോലെ ആ പൃഥ്വിചക്രവർത്തി എഴുന്നേറ്റ് നിന്നു. അപ്പോൾ വ്യാഖ്യാനത്തിലെ തൽസമാജം, ആ സമൂഹത്തിലെ സമാജം, ആ
കൂട്ടത്തിൽ സമാജത്തിൽ താരാണാം ചന്ദ്രഹ നക്ഷത്രങ്ങളിൽ ചന്ദ്രനെ ഇവ എന്ന പോലെ പൃഥു ഉത്ഥിത പൃഥുമഹാരാജാവ് എഴുന്നേറ്റ് നിന്നു. തൽ സമാജേ ആ ഒരു സഭയിൽ താരാണാം ചന്ദ്രം ഇവ താരങ്ങളിൽ വെച്ച് ചന്ദ്രൻ എന്ന പോലെ ഇവ പൃഥുചക്രവർത്തി ഉത്ഥിത എഴുന്നേറ്റ് നിന്നു. അതിലത്തെ വ്യാഖ്യാനം വന്നിട്ട് തൽ സമാജേ താരാണാം ചന്ദ്ര ഇവ പൃഥു ഉത്ഥിത ഉള്ളതാണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം. അപ്പോൾ അടുത്ത ശ്ലോകം നോക്കാം. 15ാമത്തെ ശ്ലോകം. പ്രാംശു പീനായത ഭുജോ ഗൗര കഞ്ചാരുണേക്ഷണ സുനാസുമുഖ സൗമ്യ പീനാംസ സുദ്വിജസ്മിത. പ്രാംശു പീനായത ഭുജോ ഗൗര കഞ്ചാരുണേക്ഷണ സുനാസ സുമുഖ സൗമ്യ പീനാംസ സുദ്വിജസ്മിത. അദ്ദേഹത്തിന് നല്ല പൊക്കമുണ്ട്. പ്രാംശുഹു പീനായത ഭുജം തടിച്ചു നീണ്ട കൈത്തണ്ടകളോട് കൂടിയവനും ചെന്താമരദളം പോലെ ഇളം ചുവപ്പ് കലർന്ന നേത്രങ്ങളോട് കൂടിയവനും കഞ്ചാരുണേക്ഷണ ഭംഗിയുള്ള മൂക്കോട് കൂടിയവനും സുനാസഹ ശ്രീത്വമുള്ള മുഖത്തോട് കൂടിയവനും സുമുഖ തടിച്ച തോളോട് കൂടിയവനും പീനാംസഹ തടിച്ച തോളോട് കൂടിയവനും സുദ്വിജസ്മിത സുന്ദര ദന്തനിരകളോടെ സുസ്മിതം ചെയ്യുന്നവനും സൗമ്യനും ആയിരുന്നു ആ മഹാരാജാവ്. അതാണ് പ്രാംശു പീനായത ഭുജോ ഗൗര കഞ്ചാരുണേക്ഷണ സുനാസാസ്മുഖ സൗമ്യ പീനാംസ സുദ്വിജസ്മിത. പ്രാംശുഹു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പൊക്കമുള്ളവനും പീനായത ഭുജ തടിച്ചു നീണ്ട കൈത്തണ്ടകളോട് കൂടിയവനും കഞ്ചാരുണേക്ഷണ ചെന്താമരദളം പോലെ ഇളം ചുവപ്പ് കലർന്ന നേത്രങ്ങളോട് കൂടിയവനും സുനാസഹ ഭംഗിയുള്ള മൂക്കോട് കൂടിയവനും സുമുഖ ശ്രീത്വമുള്ള മുഖത്തോടു കൂടിയവനും പീനാംസഹ തടിച്ച തോളോട് കൂടിയവനും സുദ്വിജസ്മിത സുന്ദരദന്തനിരകളോടെ സുസ്മിതം ചെയ്യുന്നവനും സൗമ്യ സൗമ്യനുമായിരുന്നു ആ മഹാരാജാവ്. പ്രാംശു പീനായത ഭുജ കഞ്ചാരുണേക്ഷണ സുനാസ സുമുഖ പീനാംസ സുദ്വിജസ്മിത സുസ്മിതം സൗമ്യ. പ്രാംശു പീനായത ഭുജം കഞ്ചാരുണേക്ഷണ സുനാസ സുമുഖ പീനാംസ സുദ്വിജസ്മിത സുസ്മിതം സൗമ്യ. നല്ല പൊക്കമുള്ളവനും തടിച്ചു നീണ്ട കൈത്തകണ്ടകളോട് കൂടിയവനും ചെന്താമരദളം പോലെ ഇളം ചുവപ്പ് കലർന്ന നേത്രങ്ങളോട് കൂടിയവനും ഭംഗിയുള്ള മൂക്കോട് കൂടിയവനും ശ്രീത്വമുള്ള മുഖത്തോട് കൂടിയവനും തടിച്ച തോളോട് കൂടിയവനും സുന്ദര ദന്തനിരകളോടെ സുസ്മിതം ചെയ്യുന്നവനും സൗമ്യനുമായിരുന്നു. അപ്പോൾ അദ്ദേഹം നല്ല ഉയരമുള്ളവനും കൊഴുത്തു തടിച്ച ആജാനുബാഹുക്കളോട് കൂടിയവനും രക്തപ്രകാശമുള്ള വെളുത്ത നിറമുള്ളവനും ചെന്താമര പോലെ മനോഹര നേത്രങ്ങളുള്ളവനും ഉന്നത നാസികയുള്ളവനും സുമുഖനും സൗമ്യനും മാംസളങ്ങളായ സ്കന്ധങ്ങളോട് കൂടിയവനും നല്ല ദന്തനിരകളോടെ മന്ദഹസിക്കുന്നവനുമായിട്ട് കാണപ്പെട്ടു. ഇവിടെ മുതൽ ആ പൃഥുവിൻ്റെ അംഗവർണ്ണനയാണ്. ആ പൃഥുവിനെ സർവർക്കും കാണാവുന്ന അവസ്ഥയിലാണ് ആ അംഗപ്രത്യംഗ വർണ്ണന. സാധാരണ കവികൾ ഭാവനയിലൂടെയാണ് ഇത് പതിവ്. അവിടെയാണ് ആ ഭാഗവത കർത്താവിൻ്റെ ഔന്നത്യം. സാമുദ്രിക ശാസ്ത്രപ്രകാരമുള്ള ഉത്തമ ലക്ഷണങ്ങൾ പൂർണ്ണദശയിൽ പൃഥുവിൽ ദർശിക്കാൻ സ്ഥാലീപുലാകന്യായേന ചിലവ ശാസ്ത്രദൃഷ്ട്യാ വിശകലനം ചെയ്യാം. സാമുദ്രിക ശാസ്ത്രത്തെ സംബന്ധിച്ച പ്രാമാണിക ഗ്രന്ഥങ്ങൾ നിരവധിയാണ്. വരാഹമിഹിരാചാര്യൻ്റെ ബൃഹത് സംഹിത 68 മുതൽ 70 കൂടിയിട്ടുള്ള അധ്യായങ്ങൾ, സാക്ഷാൽ സമുദ്രപ്രോക്തം എന്ന് വിശ്വസിച്ച് വരുന്ന സാമുദ്രിക ശാസ്ത്രഗ്രന്ഥം വിഷ്ണുധർമ്മോത്തരം ദ്വിതീയ ഖണ്ഡം 1 മുതൽ 9 കൂടി അധ്യായങ്ങൾ, അഗ്നിപുരാണം 243-244 അധ്യായങ്ങൾ, ഭവിഷ്യപുരാണം, ബ്രാഹ്മപർവം 5, 24, 26 അധ്യായങ്ങൾ എന്നിങ്ങനെ അനേകം ഗ്രന്ഥങ്ങളിൽ ഈ വിഷയം പ്രതിപാദിക്കപ്പെട്ടിട്ടുണ്ട്. ബൃഹത് സംഹിത പ്രകാരം ഉയരം, തൂക്കം, ഗമനരീതി, ദൃഢത, സാരത, വർണ്ണം, സ്നിഗ്ധത, സ്വരം, ശരീരപ്രകൃതി, സ്വഭാവ പാരമ്പര്യം, ശരീരഘടന എന്നിങ്ങനെ 12 കാര്യങ്ങളാണ് പരിഗണിക്കേണ്ടത്. ഉന്മാനമാനഗതി സംഹതി സാരവർണ്ണ സ്നേഹസ്വര പ്രകൃതി സത്വം അനുക്രമാദൗ ക്ഷേത്രം ഋജാം ച വിധിവൽ
കുശലോ വിലോക്യ സാമുദ്രവിദ്വദതി യാതമനാഗതം വാ. ബൃഹത് സംഹിതയിൽ പറയുന്നു. അപ്പോൾ 108 അങ്കുലം ഉയരമുള്ളവർ ഉത്തമരും, 96 മധ്യമരും, 84 ഹീനരുമത്രേ. 800 ഷണ്ണവതി പരിമാണം ചതുരാശീതിരിതി പുംസാം ഉത്തമസമഹീനാനാം അങ്കുലസംഖ്യാസ്വമാനേന. ഇവിടെ അങ്കുലത്തിൻ്റെ അളവ് അതാത് വ്യക്തിയുടേതാണ്. ആ പൃഥുവിനെ പ്രാംശുഹു എന്ന് വിശേഷിപ്പിച്ചതിനാൽ ഉത്തമൻ എന്ന് വരുന്നു. ആകർഷകത്വവും സ്നിഗ്ധതയുമുള്ള വർണ്ണം ആ രാജലക്ഷണമാണ്. ദ്യുതിമാൻ വർണ്ണ സ്നിഗ്ധ ക്ഷിതിപാനാം മധ്യമ സുധാർത്ഥവതാം. ഇവിടെ ആ പൃഥുവിൻ്റെ വർണ്ണം ഗൗരം എന്ന് വിശേഷിപ്പിച്ചു. നല്ല ശുദ്ധിയുള്ളതെന്നും ഗൗരശബ്ദത്തിൻ്റെ അർത്ഥം ഗൗരഹ ശ്വേതേരുണേ പീതേ വിശുദ്ധേ ചാഭിധേയവത് എന്ന് മേദിനി. ഇതിൽ പരിശോധിച്ചാൽ പൃഥുവിൻ്റെ ആ ലക്ഷണങ്ങൾ രാജോചിതമാണെന്ന് ഇവിടെ നോക്കിയാൽ കാണാൻ സാധിക്കുന്ന അർത്ഥം. അപ്പോൾ വിസ്തീർണമായ ആ മാറിടവും വലിയ അരക്കെട്ടും ത്രിവലികളുള്ളതും സുന്ദരവും അശ്വത്ഥപത്ര സദൃശമായ ഉദരവും അഗാധമായ നാഭിയും ശക്തിയുമുള്ള സ്വർണം പോലെ ആദ്യം ഉയരമുള്ളവനും തടിച്ചു കൊഴുത്ത നീണ്ട ഭുജങ്ങളുള്ളവനും വെളുത്തവനും താമരക്കണ്ണനും ഉന്നതനാസികളോടുകൂടിയവനും സുമുഖനും സൗമ്യനും മാംസളമായിരിക്കുന്ന സ്കന്ധമുള്ളവനും സുന്ദരമായ പല്ലും മന്ദഹാസവും ചേർന്നവനും ആകുന്നു ആ പൃഥു മഹാരാജാവ് എന്നാണ് പറയുന്നത്. സാമാന്യത്തിലധികം ഉയരമുള്ളവൻ, നീണ്ടുതടിച്ച് ഇരിക്കുന്ന കൈകൾ, ശുഭ്രവർണം, ചെന്താമരദളം പോലെ ചുവന്ന കണ്ണുകൾ, മനോഹരമായിരിക്കുന്ന നാസിക, വൃത്തമൊത്തം മഞ്ജുളതരമായിരിക്കുന്ന മുഖം, ശാന്തമായ പ്രകാശം, തടിച്ചു മാംസളമായ തോളുകൾ, ശോഭനമായിരിക്കുന്ന പല്ലിൽ നിന്ന് പുറപ്പെടുന്ന ശുഭ്രകാന്തി ചേർന്ന മന്ദഹാസം, വിസ്തീർണമായിരിക്കുന്ന മാറിടം. അതടുത്തതിൽ. അപ്പോൾ ഇത്രയും ഇങ്ങനെ അദ്ദേഹത്തിനെ പറ്റിയിട്ട് വർണ്ണിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇതിലെ വ്യാഖ്യാനത്തിൽ നോക്കാം. വിസ്തീർണ വക്ഷാസ്ത്രിവലീ അതിന് മുമ്പേ കഥം ഭൂതം പൃഥു ഉന്നത, വളരെ ഉയരം കൂടിയവൻ, ആജാനുബാഹു, വലിയ ബാഹുക്കളോട് കൂടിയ, ഗൗരഹ, വെളുത്ത നിറത്തോടു കൂടിയ, കമലനേത്ര, കമലതിളങ്ങളെ പോലെയുള്ള നേത്രങ്ങളോട് കൂടിയ, സുസ്മിത മുഖ, സുസ്മിതമായ മുഖത്തോടു കൂടിയവൻ ആയിരുന്നു. അപ്പോൾ കഥം ഭൂത പൃഥു ഉന്നത ആജാനുബാഹുർ ഗൗരഹ കമലനേത്ര സുസ്മിതമുഖ. പ്രകാരം അദ്ദേഹം വളരെ ആകർഷവാനായിരുന്നു. കഥം ഭൂത പൃഥു ചക്രവർത്തി, ഉന്നത ഔന്നത്യമുള്ളവൻ, നീളമുള്ളവൻ, ആജാനുബാഹു വലിയ കൈകളോട് കൂടിയവൻ, ഗൗരഹ വെളുത്ത നിറത്തോട് കൂടിയവൻ, കമലനേത്ര കമലനേത്രമുള്ളവൻ, സുസ്മിതമുഖ മുഖത്ത് നല്ല പോലുള്ള ആ പുഞ്ചിരിയോട് കൂടിയവൻ. പ്രകാരമുള്ള ആ പൃഥുവിനെ ആണ് അവിടെ വർണ്ണിക്കുന്നത്. ഇനി അദ്ദേഹത്തിൻ്റെ വർണ്ണനയാണ് അടുത്ത ക്ലാസ്സിലെടുക്കാം. ഹരേ കൃഷ്ണ.